പ്പിൽ വരുത്തുമെന്ന തീരുമാനവുമായി നിങ്ങൾ മുന്നോട്ടു പോകുമെങ്കിൽ അടുത്തതായി നമ്മൾ അഭിമുഖീകരിക്കുന്നത് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയാണ്. കഴിഞ്ഞ പ്രോഫ്കോണുകളിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഭാഷണ വേദികളിൽ ഇസ്ലാമിൻ്റെ ധീരമായ ശബ്ദമായി നിറഞ്ഞു നിൽക്കാൻ സർവശക്തനായ പടച്ചതമ്പുരാൻ അനുഗ്രഹം നൽകിയിട്ടുള്ള അനുഗ്രഹീതനായ പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി. പടച്ചതമ്പുരാനെക്കുറിച്ച് നന്ദി ചെയ്യണമെന്നും ആ റബ്ബിൻ്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കിയ നമ്മൾ ഏതു രൂപത്തിൽ എങ്ങനെ മുന്നോട്ടു പോകേണ്ടതുണ്ട്, നന്ദി കാണിച്ച നല്ലവരായ പടച്ചതമ്പുരാൻ്റെ പ്രതിഫലത്തിന് പാത്രീഭൂതരായ മുൻഗാമികൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അടുത്തറിയാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ് അദ്ദേഹം. നന്ദിയുടെ അവസ്ഥാന്തരങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. MSMൻ്റെ മഹത്തായ സംരംഭങ്ങളിൽ സമൂഹത്തിലെ വിജ്ഞാന കൊതികളായ സമൂഹത്തിൻ്റെ ചിന്തകളെ അതിശക്തമായി സ്വാധീനിച്ചിട്ടുള്ള പ്രോഫ്കോൺ എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ഭാഗമായി ചേർന്ന മഹാസംഗമത്തിലാണ് പിൻ ഡ്രോപ്പ് സൈലൻസിലുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രമാണ നിബദ്ധമായ 40 മിനിറ്റ് കഴിഞ്ഞു പോകേണ്ടത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആലുവയിൽ വന്നിറങ്ങി കാലത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകളിൽ ആയിരക്കണക്കിന് കാറുകൾ ഒഴുകിപ്പോയ, എയർപോർട്ടുകൾ നശിച്ചുപോയ ജപ്പാനിൻ്റെ ദുരിത കഥ പറയുന്ന പിക്ചറുകൾ കണ്ടുകൊണ്ടാണ് പ്രഭാതം ഇന്ന് പൊട്ടിവിടർന്നിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ
നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. വല്ലാത്ത വാക്കുകൾ. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത, ലോകത്തൊരാളെയും വഞ്ചിച്ചിട്ടില്ലാത്ത, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജാഹിൽ, മുഹമ്മദേ നിന്നെ ഞങ്ങൾ കടവാക്കുന്നില്ല. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരികളിൽ മുഖ്യ കഥാപാത്രമായ അബൂ സുഫിയാൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇയാള് നുണ പറയുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് വ്യക്തിപരമായി ശത്രുതയുണ്ടെങ്കിലും ജീവിതത്തിലൊരിക്കലും എള്ളും പൊള്ളു പറയാത്ത, കള്ളം പറയാത്ത മഹാരഥനായ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ തമാശയായി പോലും കള്ളം പറയാത്ത, ലോകത്തിങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാളുമില്ല. മഹാത്മാഗാന്ധിയുടെ ആത്മകഥകളിൽ മഹാത്മാഗാന്ധി പറഞ്ഞു, 13-ാമത്തെ വയസ്സിൽ ഞാൻ 13 വയസ്സുള്ള ഒരു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മണവാട്ടി എൻ്റെ ഭാര്യ, അവൾ എൻ്റെ ഭാര്യയായിരിക്കെ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത അള്ളാഹുവിൻ്റെ റസൂലാണ്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിമാരെ, റസൂല് പറയുകയാണ്, ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. ജപ്പാൻ 1945 ഓഗസ്റ്റ് 6-9 തീയതികളിൽ അമേരിക്കൻ പ്രസിഡന്റായ ട്രൂമാന്റെ നേതൃത്വത്തിൽ E=mc² എന്ന സൂത്രവാക്യം ലോകത്തിന് സമ്മാനിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ കേട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു. അവരനുഭവിച്ച ദുരന്തങ്ങളുടെ കഥകൾ ഒരുപാട് കേട്ടവരാണ് നമ്മൾ. 3,70,000-ത്തിലധികം ആളുകൾ ഹിബാക്കുശകൾ എന്ന പേരിൽ കണ്ണ് കാണാത്ത, കാലില്ലാത്ത, മന്ദബുദ്ധികളായ, വികലാംഗരായ ആളുകൾ ജീവിക്കുന്ന ജപ്പാൻ, ഹിരോഷിമയും നാഗസാക്കിയും ആധുനിക ടെക്നോളജിയുടെ ശക്തമായ ബലത്തിൽ BBC-യിലൂടെ വാർത്ത കണ്ടപ്പോൾ അഹങ്കാരത്തോടുകൂടി ജപ്പാൻകാർ പറയുന്നു, ആധുനിക ഞങ്ങളുടെ സംവിധാനങ്ങളെ ഭൂകമ്പത്തിന് അതിജയിക്കാൻ സാധിച്ചില്ല എന്ന്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച കാറൂനിന്റെ കഥ, ഹാമാന്റെ കഥ, ഫിറൗനിന്റെ കഥ, നമ്രൂദുമാരുടെ കഥ, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കഥ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ നാം ലോകത്ത് വായിച്ചിട്ടുണ്ട്. ഫഖാല അന റബ്ബുക്കുമുൽ അഅല ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിറൗനിന്റെ അഹങ്കാരത്തിന്റെ അതേ സ്വഭാവമുള്ള ജാപ്പാനീസ് സമൂഹം ഇന്ന് വിലപിക്കുകയാണ്. അതെ, ഇന്നലെ സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, സൗദി ഷിയാക്കളുടെ അക്രമത്തിന് വിധേയമാകാൻ പോകുന്നു. അറബ് രാജ്യങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ കൊള്ളരുതായ്മക്ക് വിധേയമായി അരക്ഷിതമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. നിർഭയത്വത്തിന്റെ പട്ടണമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 2 ഹറമുകൾ ഉൾക്കൊള്ളുന്ന സൗദിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ആന്തരിക ശക്തികളുടെ, ആന്തരിക ഛിദ്രതകളുടെ അനുഭവങ്ങളും നാമ്പുകളുമുള്ള അറബ് രാജ്യങ്ങളുടെ നൊമ്പരങ്ങൾ കേൾക്കുന്നതിനിടയിൽ ഇതാ ഇവിടെ കോതമംഗലത്തിന്റെ സമീപത്ത്, അതുപോലെ മൂവാറ്റുപുഴയുടെ നടുവിൽ മനോഹരമായ ഒരു കോളേജ് സമുച്ചയത്തിന്റെ ഉള്ളിൽ മനോഹരമായ ഒരു പന്തലിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ആസ്വദിച്ച് ബോംബുകളുടെ ശബ്ദമില്ലാത്ത, ആർത്തിരമ്പുന്ന തിരമാലകളുടെ ശബ്ദമില്ലാത്ത, പ്രകൃതിക്ഷോഭങ്ങളുടെ ശബ്ദമില്ലാത്ത ശാന്തമായ തിരമാലകൾ ആർത്തട്ടഹസിച്ച് 10 മീറ്റർ ഉയരത്തിൽ നമ്മളെ വിഴുങ്ങാൻ പാകതയിൽ നിൽക്കാത്ത ഒരു കുന്നിന്റെ മുകളിൽ സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം 14-ാം അധ്യായം 7-ാമത്തെ വചനം, അതേ വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് ഇന്ന അദാബി ലശദീദ് ഇന്ന അദാബി ലശദീദ്. വല്ലാത്ത വാക്കുകൾ. എന്താ പറയുന്നത്? കേട്ടു നോക്കൂ.